നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ അമേരിക്കയുടെ ഗൂഢപദ്ധതിയോ? ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണിപ്പോൾ ഇത്. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഷാങ്ഹായിൽ വെച്ച്, ചൈനയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ ചില ശ്രമങ്ങൾ അമേരിക്കൻ ചാരസംഘടന നടത്തി എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ട്വിറ്ററിലാണ് ഇത് സംബന്ധിച്ച നിർണായകമായ ചില വിവരങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നത്. ഓഗസ്റ്റ് 31 ധാക്കയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലൊന്നായ വെസ്റ്റിൻ ഹോട്ടലിൽ വെച്ച് ഒരു അമേരിക്കൻ ചാരസംഘടനയായ CIA ഉദ്യോഗസ്ഥൻ ടെറൻസ് ജാക്സൺ കൊല്ലപ്പെടുന്നു. ദുരൂഹ സാഹചര്യത്തിലാണ് ടെറൻസ് ജാക്സൺ കൊല്ലപ്പെടുന്നത്. ടെറൻസ് ജാക്സൺ ഒരു അമേരിക്കയുടെ സൈനിക ഉദ്യോഗസ്ഥനാണെന്നും അമേരിക്കൻ ചാരസംഘടനയുടെ ഒരു ചാരനാണെന്നും ഈ മനസ്സിലാക്കുന്നത് പിന്നീടാണ്. ഈ ടെറൻസ് ജാക്സന്റെ ധാക്ക സന്ദർശനത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഇത് ദുരൂഹമാണ് ഇപ്പോഴും. ഈ ഘട്ടത്തിലാണ് അതായത് ഓഗസ്റ്റ് മാസം 31 സെപ്റ്റംബർ മാസം 1 ഘട്ടത്തിലാണ് ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നത്, ഷാങ്ഹായ് സമ്മിറ്റ് നടക്കുന്നത്. ഈ ഷാങ്ഹായ് സമ്മിറ്റിലേക്ക് നരേന്ദ്രമോദി എത്തിച്ചേരുന്നു. അവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉണ്ട്, ചൈനീസ് പ്രസിഡന്റ് ഷീൻ ജിൻപിങ് ഉണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തമ്മിൽ നടക്കുന്ന ഏറ്റവും നിർണായകമായ ഗൗരവമുള്ള ഒരു ചർച്ച. ഏതു സാഹചര്യത്തിലാണ് ഈ ചൈനയിൽ ഇത്തരമൊരു മീറ്റിംഗ് ഈ 3 രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാർ അല്ലെങ്കിൽ നേതാക്കന്മാർ തമ്മിൽ നടത്തുന്നത് എന്നത് നമ്മൾ ചിന്തിക്കണം. റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തലാക്കണമെന്ന് പറയുന്ന അമേരിക്ക, അത് നിർത്തലാക്കിയില്ലെങ്കിൽ ഇന്ത്യക്ക് തീരുവ നിരന്തരമായി ഇരട്ടിയാക്കുമെന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള വ്യാപാര കരാർ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇന്ത്യയെ വെള്ളം കുടിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം. ഇതിന്റെ പ്രതികാരമായി കുബുദ്ധി കൊണ്ട് പാകിസ്ഥാനെയും സൗദി അറേബ്യയും തമ്മിൽ ആണവായുധങ്ങൾ കൈമാറാമെന്ന കരാറുണ്ടാക്കിയ അമേരിക്കയുടെ കുബുദ്ധി. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഷാങ്ഹായിൽ വെച്ച് ഈ മീറ്റിംഗ് കൂടുന്നത്. ഇതിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിച്ചേരുന്നു. ഈ സാഹചര്യത്തിൽ വളരെ നിർണായകമായ ഒരു രഹസ്യ വിവരം റഷ്യയുടെ സീക്രട്ട് ഏജൻസിക്ക്, രഹസ്യാന്വേഷണ വിഭാഗത്തിന് ലഭിക്കുന്നു. അത് മറ്റൊന്നുമല്ല, ഈ ഉച്ചകോടിക്കിടെ ചൈനയിൽ വെച്ച്, ഷാങ്ഹായിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ സാധ്യതയുണ്ട് എന്നതായിരുന്നു ഈ ഒരു രഹസ്യ വിവരം. ഈ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിക്കുന്നതിനൊപ്പം തന്നെ ചൈനീസ് പ്രസിഡന്റിനെയും അറിയിക്കുന്നു. ചൈനയുടെ രഹസ്യാന്വേഷണ വിഭാഗം കൃത്യമായി തന്നെ ഇത് ഫോളോ അപ്പ് ചെയ്യുന്നു. ഒടുവിൽ ഓഗസ്റ്റ് മാസം 31 രാത്രിയോടെ ധാക്കയിലെ വെസ്റ്റിൻ ഹോട്ടലിൽ വെച്ച് ടെറൻസ് ജാക്സൺ എന്ന് പറയുന്ന ആ CIA ഏജന്റ് എന്ന് സംശയിക്കുന്ന ആളെ വധിക്കുന്നു. അപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു കാര്യം, ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചൈനയിൽ വെച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം വന്നു വീഴുന്നത് ചൈനയുടെ തലയിലാകും. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഒരു സൗഹൃദം പാടെ മാറുകയും കടുത്ത ശത്രുതയിലേക്ക് പോവുകയും ചെയ്യും. വലിയ യുദ്ധത്തിന്റെ സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ അമേരിക്കയുടെ ചാരസംഘടനയുടെ കുബുദ്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി എന്നുള്ള ചില സൂചനകളാണ് ട്വിറ്ററിലൂടെയൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇത് ചില സൂചനകളും അതിനോട് ചേർത്തുള്ള ചില സംഭവ കഥകളും ഒക്കെ ആയിരിക്കാം പറയുന്നത്. പക്ഷേ ട്വിറ്ററിലടക്കം, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര തലത്തിലുള്ള സോഷ്യൽ മീഡിയയിലടക്കം ഇതൊരു വലിയ പ്രചരണമായി മാറുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ടെറൻസ് ജാക്സൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഓഗസ്റ്റ് മാസം 31 ധാക്കയിലെ വെസ്റ്റിൻ ഹോട്ടലിൽ കൊല്ലപ്പെട്ടു. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഈ കൊല്ലപ്പെടലുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ദുരൂഹതകളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ട്വിറ്ററിലടക്കം പറയുന്നത്. വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു സംശയം ജനിപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഷാങ്ഹായിൽ വെച്ച് വധിക്കാനുള്ള ഒരു ഗൂഢാലോചന അമേരിക്കൻ ചാരസംഘടനയായ CIA ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്
ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും അത് നടക്കാതെ പോയി. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർവാധികം ശക്തിയോടുകൂടി ഇന്ത്യയെ മുന്നോട്ട് നയിക്കുക തന്നെയാണ്.